മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മണിമന്ത്രം ഒഴിഞ്ഞ മദീനയുടെ രാജാവ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്ന മനോഹരമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോവുകയാണ്. ആദ്യമായി പൊന്നുമോളുടെ കൽബിലേക്ക് വരേണ്ടത് അല്ലാഹ് എന്ന വിശുദ്ധ വാക്കാണ് മോളെ. അതിന് നീ പ്രസവിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കോച്ചിങ് നീ സ്വീകരിച്ചിരിക്കണം. അതെന്താണ്? എന്റെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വന്നു എന്ന് ബോധ്യമാകുന്ന ഉടനെ നീ നിലവിളിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും അല്ലാഹ് എന്നൊന്ന് വിളിച്ച് കരയാൻ പഠിക്കണം മോളെ. അപ്പോ നിന്റെ നവജാത ശിശു കേൾക്കുന്നത് ഉമ്മാന്റെ വായിൽ നിന്നു തന്നെ അല്ലാഹ് എന്ന മന്ത്രമാണ്. അങ്ങനെ ആദ്യം അല്ലാഹ് കേട്ട് എന്റെ മോൻ ജനിക്കട്ടെ, എന്റെ മോള് ജനിക്കട്ടെ, എന്റെ സന്താനം ലോകത്തേക്ക് വരട്ടെ. നമ്മുടെ മനസ്സിലേക്ക് കരയുമ്പോ അല്ലാഹ് വിളിക്കാൻ പഠിച്ചാൽ മതി. അവരെ സംബന്ധിച്ചിടത്തോളം മെഡിസിനും ഗൈനക്കോളജിസ്റ്റും മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്നിടത്തേക്ക് ആത്മീയമായ രീതിയിൽ നിന്ന് മാറിയതാണ് വലിയ പ്രശ്നം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരുടെയും പെർമിഷൻ ഇല്ലാതെ കടന്നു വന്ന അഥവാ ഭൗതികമായ ഒരു സംവിധാനങ്ങളുടെയും സമ്മതമില്ലാതെയാണ് 4ാമത്തെ മാസമാകുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് ആത്മാവ് കടന്നു വരുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കൂല, ഒരു സൈക്കാട്രിസ്റ്റിനോട് ചോദിക്കൂല, ഒരു കാർഡിയോളജിസ്റ്റിനോടും ചോദിക്കില്ല, ഒരു ENT സ്പെഷ്യലിസ്റ്റിനോടും ചോദിക്കൂല. നേരെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പള്ളയിൽ കിടക്കുന്ന മാംസപിണ്ഡത്തിലേക്ക് ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവിന്റെ ഭാഷ ഒരു മെഡിക്കൽ കോളേജിലും പഠിപ്പിക്കുന്നില്ല. ഒരു ഗൈനക്കോളജിസ്റ്റും ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ആത്മാവിന്റെ ഭാഷകളെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു വരുന്നില്ല. അതുകൊണ്ടൊരു പെണ്ണ് പ്രസവിക്കാൻ പ്രയാസപ്പെട്ടാൽ ഒന്നുകിൽ മിക്കവാറുമുള്ള കേസുകൾ കുട്ടി തല തിരിഞ്ഞു കിടക്കുന്നതിന്റെ പേരിൽ നോർമൽ പ്രസവം നടക്കുന്നില്ല. തല കീഴായി കിടക്കുമ്പോഴേ നോർമൽ പ്രസവം നടക്കൂ. അതുകൊണ്ട് കാല് കീഴോട്ടാക്കിയിട്ടാ കിടക്കുന്നത് കുട്ടിയെങ്കിൽ ഡോക്ടർ പറയും അല്പസമയം കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോ കുട്ടിക്കോ അല്ലെങ്കിൽ തള്ളയ്ക്കോ പ്രശ്നമായിരിക്കും, അതുകൊണ്ട് സിസേറിയൻ നടത്തിയേ പറ്റും. ഇവിടെ 2 മാർഗങ്ങൾ മാത്രമാണ് സാക്ഷാൽ ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിലുള്ളത്. ഒന്നെന്താണ്? ഗർഭാശയം തുറന്ന് കുഞ്ഞിനെ പുറത്തേക്കെടുക്കുക. രണ്ടാമത്തേത് പ്രസവിക്കേണ്ട സ്ഥലത്തുകൂടി ഒരു ഉപകരണം ഗർഭാശയത്തിലേക്ക് കടത്തിയിട്ട് കുട്ടിയുടെ തല പിടിക്കുക, ഇങ്ങ് വലിച്ച് പുറത്തേക്കെടുക്കുക. അത് കുറച്ചൊക്കെ അപകടകരമായ രീതിയാണ്. ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നവരെല്ലാം നോർമൽ ഡെലിവറിയാണ് എന്ന് പറയാൻ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുകയും കുഞ്ഞ് ബ്രെയിനിലെ അല്ലെങ്കിൽ തലയിലെ വെയിനുകൾക്ക് കേടുവന്നിട്ട് മന്ദബുദ്ധികൾ വരെ ആയിപ്പോയ റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 മാർഗങ്ങളെ യഥാർത്ഥത്തിൽ ഒരു ഭൗതികനായ ഡോക്ടറുടെ കയ്യിലുള്ളൂ. എന്നാൽ ഈ കുട്ടിയുടെ ഉള്ളിലുള്ള ഡ്രൈവറോടെന്ന് പറയണം, കുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ബോഡിയാണ്. ഈ ബോഡിയുടെ ഉള്ളിൽ ഒരു ഡ്രൈവറുണ്ട്, അതാണ് ആത്മാവ്. ആ ആത്മാവ് ടെലസ്കോപ്പിൽ തെളിയില്ല, ആ ആത്മാവ് സ്കാനറിൽ തെളിയില്ല, ആ ആത്മാവ് എക്സ്റേയിൽ വരില്ല. അങ്ങനെ ഉപകരണങ്ങളുടെ കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആത്മാവെന്ന നിഷ്ഠമായ സാധനം ആ ആത്മാവ് നിക്ഷേപിച്ചത് അല്ലാഹുവാണ്. ആ ആത്മാവിനോടൊന്ന് പറയണം, അല്ലയോ ആത്മാവേ, നീ ബോഡി ഒന്ന് തിരിച്ചിടാൻ പറയണം. നമ്മുടെ വഴിയിൽ ബ്ലോക്കായിട്ടൊരു നാഷണൽ പെർമിറ്റ് ലോറി കിടക്കുക, നാട്ടുകാരെല്ലാം കൂടെ കൂടി തള്ളി നീക്കാൻ പറ്റും ചിലപ്പോ, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റാനും പറ്റും. എന്നാൽ അതിന് നല്ല മാർഗം എന്താണ്? ആ വണ്ടിയുടെ ഡ്രൈവർ അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്, അയാളെ വിളിച്ചിട്ട് പറയണം, ഈ വണ്ടി എടുത്തൊന്ന് മാറ്റിയിട്ടിട്ട് കിടന്നുറങ്ങുന്ന സഹോദരാ. അതിന് ചിലപ്പോൾ അണ്ണാച്ചിയായ തമിഴ്നാട്ടുകാരനായ ഡ്രൈവറാണെങ്കിൽ തമിഴ്നാട്ടുകാരന്റെ ഭാഷയിൽ പറയേണ്ടി വരും, മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇതുപോലെയാണ് ആത്മാവിന്റെ ഭാഷയിൽ ആത്മാവിനോടൊന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരമാകുന്ന വാഹനം കറക്റ്റ് ഡയറക്ഷൻ ഇല്ലതെങ്കിൽ ലാൻഡ് ചെയ്യുമ്പോ
ഉമ്മാന്റെ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞ് നോർമൽ ഡെലിവറിയാണ്. ആ സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് ആണ്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ചൊല്ലി ഞാൻ തുടങ്ങുന്നേ. ആത്മാവിന്റെ ഭാഷയിൽ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആത്മാവിനെ ഉണർത്തുകയാണ്. കാരണം ആത്മാവ് ആരുടെ അധികാരത്തിലാണ്? യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ. അല്ലയോ പുണ്യ നബിയെ, വന്നിട്ട് ചോദിക്കും ആത്മാവിനെ കുറിച്ച് ജൂതന്മാര്. അതുപോലെ പരിഷ്കരണത്തിന്റെ ആളുകൾ വന്നിട്ട് ആത്മാവെന്താന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ആധികാരികമായ മറുപടി പറയണേ നബിയെ. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ. ആത്മാവ് അള്ളാഹുവിന്റെ പരമാധികാരത്തിലുള്ളതാണ്. ഒരു സ്പെഷ്യലിസ്റ്റിന്റെയും ഒരു മോഡേൺ സ്കോപ്പ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ഇന്ന് ആത്മാവിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആൻ പറയുമ്പോ, പണ്ട് കാലങ്ങളിൽ ഉമ്മാക്ക് മകന്റെ ഉള്ളിലുള്ള ആത്മാവിനോട് സംവേദനം നടത്താൻ എത്രയോ മാർഗങ്ങളുണ്ട്. ബദരീയത്തുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്, അഅ്ലമുസ് സ്വലാത്തുണ്ട്, നഫീസത്ത് മാലയുണ്ട്. ഇന്നത്തെ ഉമ്മമാർക്ക് അതൊന്നുമില്ല. മോഡേൺ സീരിയലുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കുന്ന പെങ്ങളെ, നിന്റെ പള്ളയിൽ വളരുന്ന കുഞ്ഞിന്റെ ആത്മാവിനോട് നിനക്ക് ബന്ധമുണ്ടോ? നമ്മൾ മെറ്റീരിയലൈസ് ചെയ്ത് കളഞ്ഞു, നമ്മൾ ശാരീരികവൽക്കരിച്ചു കളഞ്ഞു, നമ്മൾ മോഡേണൈസ് ചെയ്ത് കളഞ്ഞു, നമ്മൾ ആധുനികവൽക്കരിച്ചു കഴിഞ്ഞു. നമ്മൾ ഡോക്ടേഴ്സിന്റെ പരിധിയിലേക്ക് മാത്രം വിട്ടുപോയി. അള്ളാഹുവിന്റെ ആത്മീയമായ നിയന്ത്രണങ്ങളെ നാം മനസ്സിലാക്കിയില്ല. മരിച്ചു കിടക്കുന്ന ഒരാൾ, അയാളുടെ അടുക്കൽ ലോകത്തുള്ള മുഴുവൻ സ്പെഷ്യലിസ്റ്റുകളെയും വിളിക്കുക. ഹലോ മിസ്റ്റർ ENT സ്പെഷ്യലിസ്റ്റ്, നിങ്ങൾ ഏതൊക്കെ അവയവങ്ങളാ പരിശോധിക്കണത്? ആ അവയവങ്ങൾ മുഴുവൻ ഈ മയ്യത്തിലുണ്ടോ നോക്കെ. എല്ലാം ഉണ്ട്. കാർഡിയോളജിസ്റ്റിനെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ പരിശോധനാ വിധേയമാക്കുന്ന ഹാർട്ട് എവിടെയുണ്ട്? ഈ ബോഡിയിലുണ്ട്. അങ്ങനെ ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ സ്പെഷ്യലിസ്റ്റുകളെയും വിളിച്ചാൽ അവർക്ക് മുഴുവനും പഠിക്കേണ്ട അവയവങ്ങൾ മുഴുവനും അവിടെയുണ്ട്. പക്ഷേ അതിനെ മുഴുവനും പ്രവർത്തിപ്പിക്കുന്ന സാധനം കാണാനില്ല. അത് പറയാനൊരു സ്പെഷ്യലിസ്റ്റും വന്നിട്ടില്ല. ആ സ്പെഷ്യലിസ്റ്റിന് പറ്റാത്തതാണ് ആത്മാവെന്ന് പറയുന്നത്. ശാസ്ത്രം അതിന്റെ പരിധിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഏത് സ്പെഷ്യലിസ്റ്റിനെയാ? മിംസിലെയോ കിംസിലെയോ നിംസിലെയോ ലോകത്തുള്ള എല്ലാവരെയും കൊണ്ടുവന്നോ? എന്നാലും അവരവർക്ക് മുഴുവനും പഠിക്കേണ്ട അവയവങ്ങൾ ആ ശരീരത്തിലുണ്ട്. പക്ഷേ ആ അവയവങ്ങൾക്ക് മുഴുവനും പവർ നൽകുന്ന, ആ അവയവങ്ങൾക്ക് മുഴുവനും ചലനം നൽകുന്ന, ആ അവയവങ്ങളെ മുഴുവനും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കൃത്യമായ ആത്മാവിനെ കാണാനില്ല. കാരണം അതാരുടെയും പെർമിഷനോടെ വന്ന് കയറിയതല്ല, അള്ളാഹുവിന്റെ അധികാരത്തിൽ വന്ന് കയറിയതാണ്. ഉമ്മാന്റെ പള്ളയിൽ കിടക്കുന്ന മാംസപിണ്ഡത്തിലേക്ക് ആത്മാവ് വന്ന് കയറിയപ്പോ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചില്ല, അടുത്ത് നിൽക്കുന്ന സിസ്റ്ററോട് ചോദിച്ചില്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവിനോട് ചോദിച്ചില്ല, എന്തിനേറെ ഗർഭം പേറുന്ന മാതാവിനോട് പോലും ചോദിച്ചില്ല. ഞാൻ എൻട്രി പാസ് തരുമോ, ഞാനൊന്ന് കടന്നോട്ടെ എന്ന് ചോദിച്ചില്ല. ആ ആത്മാവങ്ങ് ഇറങ്ങിപ്പോകാൻ നേരവും ആരോടും ചോദിക്കേണ്ടതില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡും മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല. ഇന്ന് രാവിലെ കൊല്ലത്തേക്കോ മറ്റോ പോകാൻ ഇറങ്ങിയ നമ്മുടെ കോളേജിന്റെ തൊട്ടടുത്തുള്ള മഹല്ല് കമ്മിറ്റിയായ കാട്ടുമുറാക്കൽ മഹല്ല് കമ്മിറ്റിയിലെ മുൻ പ്രസിഡന്റ് ഷാഫി എന്ന സഹോദരൻ ഇന്ന് രാവിലെ റാഹത്തോടെ ആഫിയത്തോടെ വീട്ടിൽ നിന്നിറങ്ങിയതാ.
പക്ഷേ ഉച്ചയായപ്പോഴേക്ക് അറ്റാക്ക് വന്നുപോയി. അസറിന്റെ വാങ്ക് വിളിക്കുമ്പോ കബറിൽ കിടത്തി മറമാടിക്കഴിഞ്ഞു. ഞാനിവിടെ കബറടക്കത്തിന് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. രാവിലെ ഇറങ്ങി, ഒരുപാട് ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും വെച്ചിറങ്ങി. പക്ഷേ ദിഖാതു ഖൽബിൽ മർഇ ഖായിലതുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. നിന്റെ ഹാർട്ടിനെ അല്ലാഹു തആല പ്രോഗ്രാം ചെയ്തത് നിശ്ചിത സമയം ബീറ്റ് ചെയ്യാനാണ്. നിശ്ചിത സമയം ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിന്റെ ഹാർട്ടിനെ സംവിധാനിച്ചത്. ആ ഹാർട്ട് പ്രോഗ്രാം ചെയ്തത് അല്ലാഹുവാണ്. അതിന്റെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിന്റെ കൃത്യമായ എണ്ണം എത്രയാണോ അത് അവസാനിച്ചാൽ അത് നിശ്ചലമായി പോയി.